ഹരി ഓം. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ
പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. എല്ലാവർക്കും രാമായണ മാസ ആശംസകൾ. രാമായണ മാസം 5-ാം ദിവസമായി. നമ്മളുടെ വാൽമീകി രാമായണം എല്ലാവരും കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വൈകുന്നേരങ്ങളിൽ 2 മണിക്കൂർ കോട്ടയ്ക്കകം, പാലക്കാട് കോട്ടയ്ക്കകം ഹനുമാൻ ക്ഷേത്രത്തിൽ വെച്ച് 5 മുതൽ 7 വരെ വൈകിട്ട് എല്ലാവരും ലൈവ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം പകലും മറ്റ് പരിപാടികൾ പലതും ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ ഒന്നുമില്ല, അതുകൊണ്ട് വന്നു. പരിപാടികളുള്ള ദിവസം ക്ലാസ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. നാരായണ. നമ്മൾ ഭാഗവത ജ്ഞാനഗംഗയിൽ ദശമസ്കന്ധത്തിലെ 69-ാം അധ്യായം ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമ ജീവിത ദർശനം നാരദ മഹർഷി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. 3 ക്ലാസ്സുകളിലൂടെ 3/4 ഭാഗം കണ്ടു. 45 ശ്ലോകങ്ങളാണുള്ളത്. അതിൽ 35 ശ്ലോകങ്ങൾ കഴിഞ്ഞു. നമുക്ക് 10 ശ്ലോകങ്ങളാണുള്ളത്. നമുക്ക് തുടരാം. ആദ്യം വായിക്കാം. ഭഗവാന്റെ അത്ഭുതകരമായിട്ടുള്ള ഗൃഹസ്ഥാശ്രമ ജീവിതം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ഏകോനസപ്തതിതമോऽധ്യായഃ. ശ്രീശുക ഉവാച. നരകം നിഹതം ശ്രുത്വാ തഥോദ്വാഹം ച യോഷിതാം കൃഷ്ണേനൈകേന ബഹ്വീനാം തദ്ദിദൃക്ഷുഃ സ്മ നാരദഃ. ചിത്രം ബദൈതദേകേന വപുഷാ യുഗവത് പൃഥഗ് ഗൃഹേഷു ദ്യഷ്ടസാഹസ്രം സ്ത്രിയഃ ഏക ഉദാവഹത്. ഇത്യുത്സുകോ ദ്വാരവതീം ദേവർഷിർദ്രഷ്ടുമാഗമത്. പുഷ്പിതോ ഭവനാരാമദ്വിജാളികുലനാദിതാം ഉദ്ഭുല്ലേന്ദീവരാംബോജകൽഹാരകുമുദോത്പലൈഃ ചുരിരേഷു സരസൂചൈഃ കൂജിതാം ഹംസസാരസൈഃ.
പ്രാസാദലക്ഷൈർനവഭിः ജുഷ്ടാം സ്ഫാടികരാജതൈः മഹാമരകതപ്രക്യൈः സ്വർണരത്നപരിച്ഛതൈः വിഭക്തരത്യാപതചത്വരാപണൈः ശാലാസഭാഭിः രുചിരാം സുരാലയൈः സംസിക്തമാർഗാങ്കണവീതിദേഹളീം പദത്പതാകാധ്വജവാരിദാതപാം തസ്യാം അന്തഃപുരം ശ്രീമദ് അർച്ചിതം സർവദിഷ്ണ്യപൈഃ ഹരേ സ്വകൗശലം യത്ര ത്വഷ്ട്രാകാൽസ്നേന ദർശിതം തത്ര ഷോഡശഭിः സദ്മസഹസ്രൈः സമലംകൃതം വിവേശൈകതമം ശൗരേः പത്നീനാം ഭവനം മഹത് വിഷ്ടബ്ദം വിദ്രുമസ്തംഭൈः വൈഡൂര്യഫലഗോത്തമൈः ഇന്ദ്രനീലമയൈകുഡ്യൈः ജഗത്യാചാഹദദ്വിഷാ വിതാനൈർനിർമ്മിതൈസ്ത്വഷ്ട്രാമുക്താദാമവിളംബിഭിः ദാന്തൈർആസനപര്യങ്കൈർമണ്യുത്തമപരിഷ്കൃതൈः ദാസീഭിർനിഷ്കഖണ്ഡീഭിः സുവാസോഭിരലങ്കൃതം പുംഭിः സകഞ്ചുകോഷ്ണീഷ സുവസ്ത്രമണികുണ്ഡലൈः രത്നപ്രദീപനികരദ്യുതിഭിർനിരസ്തദ്വാന്തം വിചിത്രവളവേഷു ശിഖണ്ഡിനോംഗ നൃത്യന്തി യത്ര വിഹിതാകരുദൂപമക്ഷൈः നിര്യാന്തമീക്ഷ്യ ഗണബുദ്ധയ ഉന്മദന്തഃ തസ്മിൻ സമാനഗുണരൂപവയസ്സുവേഷദാസീ സഹസ്രയുതയാനുസവം ഗൃഹിണ്യാ വിപ്രോദദർശ ചമരവ്യജനേന രുക്മദണ്ഡേന സാത്വതപതിം പരിവീജയന്ത്യാ തം സന്നിരീക്ഷ്യ ഭഗവാൻ സഹസോത്തിത ശ്രീപര്യങ്കദഃ സകലധർമ്മഭൃതാം വരിഷ്ഠഃ ആനമ്യ പാദയുഗളം ശിരസാ കിരീടജുഷ്ടേന സാഞ്ജലിരവീവിശദാസനേ സ്വേ തസ്യാവനിജ്യചരണൗ തദപഃ സ്വമൂർധ്നാ ബിഭ്രജ്ജഗദ്ഗുരുതരോऽപി സദാം പതിർഹി ബ്രഹ്മണ്യദേവ ഇതി യദ്ഗുണനാമയുക്തം തസ്യൈവ യച്ചരണശൗചം അശേഷതീർത്ഥം സംപൂജ്യദേവ ഋഷിവര്യം ഋഷിഃ പുരാണോ നാരായണോ നരസഖോ വിധിനോദിതേന വാണ്യാഭിഭാഷ്യമിതയാമൃതമിഷ്ടയാതം പ്രാഹ പ്രഭോ ഭഗവതേ കരവാമഹേ കിം നാരദ ഉവാച നൈവാദ്ഭുതം ത്വയി വിഭോ കില ലോകനാഥേ മൈത്രീജനേഷു സകലേഷു ദമഖലാനാം നിശ്രേയസായ ഹി ജഗൽസ്ഥിതിരക്ഷണാഭ്യാം സ്വൈരാവതാര ഉരുഗായ വിദാമസുഷ്ടു ദൃഷ്ടം തവാംഗ്രിയുഗളം ജനതാപവർഗം ബ്രഹ്മാദിഭിർഹൃദി വിചിന്യമഗാധബോധൈഃ സംസാരകൂപപതിതോത്തരണാവലംബം ധ്യായൻ ചരാമി അനുഗൃഹാണ യഥാ സ്മൃതി സ്യാത് തതോന്യഥാ വിശദ്ഗേഹം കൃഷ്ണപത്ന്യാ സ നാരദഃ യോഗേശ്വരേശ്വരസ്യാംഗ യോഗമായാ വിവിത്സയാ ദിവ്യന്തമക്ഷൈസ്തത്രാപി പ്രിയയാ ചോദ്ദമേന ച പൂജിതഃ പരയാ ഭക്ത്യാ പ്രത്യുത്ഥാനാസനാദിഭിഃ പൃഷ്ടശ്ചാവിദുഷേവാസൗ കദാ യാതോ ഭവാനിതി ക്രിയതേ കിം नु പൂർണ്ണാനാമപൂർണൈരസ്മദാദിഭിः അദാഭിബ്രൂഹി നോ ബ്രഹ്മൻ ജന്മൈതത്ശോഭനം കുരു സതു വിസ്മിത ഉത്ഥായ തൂഷ്ണീം അന്യതഗാഗൃഹം തത്രാപ്യചഷ്ട ഗോവിന്ദം ലാളയന്തം സുതാൻ ശിശൂൻ തതോന്യസ്മിൻ ഗൃഹേ പശ്യൻ മജ്ജനായ കൃതോദ്യമം ജുഹ്വന്തം ച വിതാനാഗ്നീം യജന്തം പഞ്ചഭിർമഗൈഃ ഭോജയന്തം ദ്വിജാൻ ക്വാപി ഭുഞ്ജാനമവശേഷിതം ക്വാപി സന്ധ്യാമുപാസീനം ജപന്തം ബ്രഹ്മവാഗ്യതം ഏകത്ര ചാസി ചർമ്മഭ്യാം ചരന്തം അസിവത്മസു അശ്വൈർഗജൈർരഥൈ ക്വാപി വിചരന്തം ഗദാഗ്രജം ക്വചിത് ശയാനം പര്യങ്കേ സ്തൂയമാനം ച വന്ദിഭിഃ മന്ത്രയന്തം ച കസ്മിംശ്ചിത് മന്ത്രിഭിശ്ചോദ്ദവാദിഭിഃ ജലക്രീഡാരഥം ക്വാപി വാരമുഖ്യാബലാവൃതം കുത്രചിദ്വിജമുഖ്യേഭ്യോ ദദതം ഗാസ്വലങ്കൃതാഃ ഇതിഹാസപുരാണാനി ശൃണ്വന്തം മംഗളാനി ച ഹസന്തം ഹാസ്യകഥയാ കദാചിത് പ്രിയയാ ഗൃഹേ
ക്വാപി ധർമ്മം സേവമാനം അർത്ഥകാമൗ ച കുത്രചിത് ധ്യായന്തമേകമാസീനം പുരുഷം പ്രകൃതേഃ പരം ശുശ്രൂഷന്തം ഗുരൂൻ ക്വാപി കാമൈർഭോഗൈഃ സപര്യയാ കുറുവന്തം വിഗ്രഹം കൈശ്ചിത് സന്ധിം ചാന്യത്ര കേശവം കുത്രാപി സഹ രാമേണ ചിന്തയന്തം സദാം ശിവം പുത്രാണാം ദുഹിതॄണാം ച കാലേ വിദ്യുപയാപനം ദാരൈർവരൈസ്തൽസദൃശൈഃ കൽപ്പയന്തം വിഭൂതിഭിഃ പ്രസ്താവനോപാനയനൈഃ അപത്യാനാം മഹോത്സവാൻ വീക്ഷ്യ യോഗേശ്വരേശസ്യ യേഷാം ലോകാ വിസ്മിരേ യജന്തം സകലാൻ ദേവാൻ ക്വാപി ക്രതുഭിരുർജിതൈഃ പൂർത്തയന്തം ക്വചിദ്ധർമ്മം കൂപാരാമമഠാദിഭിഃ ചരന്തം മൃഗയാം ക്വാപി ഹയമാരുഹ്യ സൈന്ദവം ഗ്നന്ദം തതഃ പശൂന്മേദ്യാൻ പരീതം യദുപുംഗവൈഃ അവ്യക്തലിംഗം പ്രകൃതിഷ്വന്തഃ പുരഗൃഹാദിഷു ക്വചിച്ചരന്തം യോഗേശം തത്തദ്ഭാവബുഭുത്സയാം അധോവാച ഋഷികേശം നാരദ പ്രഹസന്നിവ യോഗമായോദയം വീക്ഷ്യ മാനുഷീം ഈയുഷോ ഗതിം വിദാമയോഗമായാസ്തേ ദുർദശ അഭിമായിനാം യോഗേശ്വരാത്മൻ നിർബാധാ ഭവത്പാദനിഷേവയാ അനുജാനീഹി മാം ദേവ ലോകാംസ്തേ യശസാപ്ലുതാൻ പര്യടാമി തവോദ്ഗായൻ ലീലാം ഭുവനപാവനീം. ശ്രീഭഗവാനുവാച ബ്രഹ്മൻ ധർമ്മസ്യ വക്താഹം കർത്താ തദനുമോദിതാ തച്ഛിക്ഷയൻ ലോകമിമം ആസ്ഥിതഃ പുത്രമാഘിതഃ. ശ്രീശുക ഉവാച ഇത്യാചരന്തം സദ്ധർമാൻ പാവനാൻ ഗൃഹമേദിനാം തമേവ സർവഗേഹേഷു സന്തമേകം ദദർശഃ. കൃഷ്ണസ്യാനന്ദവീര്യസ്യ യോഗമായാ മഹോദയം മുഹുർദൃഷ്ട്വാ ഋഷിരഭൂത് വിസ്മിതോ ജാതകൗതുകഃ. ഇത്യർത്ഥകാമധർമ്മേഷു കൃഷ്ണേന ശ്രദ്ധിതാത്മനാ സമ്യക് സഭാജിതപ്രീതഃ തമേവാനുസ്മരൻ യയൗ. ഏവം മനുഷ്യപദവീം അനുവർത്തമാനോ നാരായണോഖില ഭവായ ഗൃഹീതശക്തിഃ. രേമേംഗ ഷോഡശസഹസ്രവരാംഗനാനാം സവ്രീഡ സൗഹൃദ നിരീക്ഷണഃ സജുഷ്ടഃ. യാനീഹ വിശ്വവിലയോദ്ഭവവൃത്തിഹേതുഃ കർമാണ്യനന്യ വിഷയാണി ഹരിശ്ചകാര. യസ്ത്വംഗഗായതി ശൃണോതി അനുമോദതേവാ ഭക്തിർഭവേദ് ഭഗവതി ഹ്യപവർഗമാർഗേ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ കൃഷ്ണഗാർഹസ്ഥ്യ ദർശനം നാമ ഏകോനസപ്തതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ നാരായണ. നരകാസുരനെ വധിച്ച് 16,000 പേരെ വിവാഹം കഴിച്ച ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമ ജീവിതം എങ്ങനെയുള്ളതാണെന്ന് ദർശിക്കാനായിട്ട് നാരദ മഹർഷി വന്നതും നാരദ മഹർഷി ഓരോരോ ഗൃഹങ്ങളിൽ കയറി ഇറങ്ങുന്നതുമായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഓരോ ഗൃഹത്തിൽ ചെല്ലുമ്പോഴും അവിടെ ഓരോ കൃഷ്ണന്മാരുണ്ടായിരുന്നു. ആ ഓരോ ഗൃഹത്തിൽ ചെല്ലുമ്പോഴും കൃഷ്ണൻ നാരദ മഹർഷിയെ ആദ്യമായി കാണും പോലെ തന്നെ അദ്ദേഹത്തെ സ്വാഗതാദികൾ ചെയ്യുകയും കുശലപ്രശ്നം ചെയ്യുകയും ചെയ്യുന്നു. ഇതുതന്നെ നാരദനെ അത്ഭുതപ്പെടുത്തി. പലയിടത്തും അദ്ദേഹം ഒന്നും മറുപടി പറയാതെ പോകുന്നതും കണ്ടു. അങ്ങനെ ഓരോ ഗൃഹത്തിലും ഭഗവാൻ ചെയ്യുന്നതായിട്ടുള്ള ഓരോ ലീലകളെ നമ്മൾ വിശദമായി തന്നെ കണ്ടു. 35-ാം ശ്ലോകം വരെ കണ്ടു.
ഇനിയും ആവർത്തിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പൂർവ്വ വീഡിയോകൾ കാണാവുന്നതാണ്. നമുക്ക് 36 ശ്ലോകം മുതൽക്ക് അവസാനം വരെയുള്ള ഭാഗം ഇന്ന് കാണാം. 36 ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ദശമസ്കന്ധേ ഏകോനസപ്തതിതമോऽധ്യായഃ. ശ്രീശുക ഉവാച. 36. അവ്യക്തലിംഗം പ്രകൃതിഷു അന്തഃപുരഗൃഹാദിഷു ക്വചിച്ചരന്തം യോഗേശം തത്തദ്ഭാവബുഭുത്സയാ. അവ്യക്തലിംഗം പ്രകൃതിഷു അന്തഃപുരഗൃഹാദിഷു ക്വചിച്ചരന്തം യോഗേശം തത്തദ്ഭാവബുഭുത്സയാ. ഭഗവാൻ ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് സ്വയം തന്നെ ഗൂഢരൂപം ധരിച്ച് പ്രച്ഛന്ന വേഷധാരിയായി ഒരു ചാരനെ പോലെ സ്വന്തം നാട്ടിൽ സ്വന്തം പ്രജകളുടെ പ്രവൃത്തികളെയും അവരുടെ ക്ഷേമത്തെയും എല്ലാം അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. അവ്യക്തലിംഗം പ്രകൃതിഷു. പ്രകൃതികൾ എന്ന് പറഞ്ഞാൽ പ്രജകളാണ്. വിഷയം എന്ന് പറഞ്ഞാൽ രാജ്യം. ഒരു രാജാവിൻ്റെ രാജ്യം അയാളുടെ വിഷയമാണ്. വിഷയം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഭുജിക്കാനുള്ളത്, അയാൾ അനുഭവിക്കുന്നത്, അയാൾ എൻജോയ് ചെയ്യുന്നത്. അർത്ഥത്തിൽ രാജ്യത്തിന് വിഷയമെന്നും അവിടുത്തെ പ്രജകളെ പ്രകൃതികളെന്നും പറയുന്നത് പുരാണ ഭാഷ. അപ്പോൾ സ്വന്തം പ്രകൃതിഷു പ്രജകളുടെ സമീപത്തും, അതുപോലെ അന്തഃപുര ഗൃഹാദിഷു, അന്തഃപുരങ്ങളിലും ഗൃഹങ്ങളിലും എന്ന് പറഞ്ഞാൽ തൻ്റെ തന്നെ ഭാര്യമാരുടെയൊക്കെ അന്തഃപുരങ്ങളിലും അതുപോലെ തന്നെ മറ്റുള്ളവരുടെയൊക്കെ ഗൃഹങ്ങളിലുമെല്ലാം അവ്യക്തലിംഗം. അവ്യക്തലിംഗം എന്ന് പറഞ്ഞാൽ എന്താ? ലിംഗം എന്ന് പറഞ്ഞാൽ ചിഹ്നങ്ങൾ, അടയാളങ്ങൾ, ഐഡന്റിഫിക്കേഷൻ മാർക്സ്. അത് അവ്യക്തമാക്കിക്കൊണ്ട്, വ്യക്തമാക്കാതെ, അപ്പോൾ താൻ ആരെന്നുള്ള തൻ്റെ ഐഡന്റിറ്റിയെ വെളിപ്പെടുത്താതെ പ്രച്ഛന്ന വേഷധാരിയായി ഒരു ചാരനെ പോലെ തൻ്റെ നാട്ടിലുള്ള പ്രജകളുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ പ്രവൃത്തികൾ, അവരുടെ ധർമാനുഷ്ഠാനം ഇതെല്ലാം നേരിൽ കാണാനായിക്കൊണ്ട് ഗൂഢനായി ഭഗവാൻ സഞ്ചരിക്കുന്നു എന്ന്. ഒരു രാജാവ് ഇങ്ങനെ ആയിരിക്കണം. ഇവിടെ ഉഗ്രസേന രാജാവാണ് രാജാവെങ്കിലും അദ്ദേഹം പ്രായമായ ആളാണ്. അദ്ദേഹത്തെ രാജപദവിയിൽ ഇരുത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും നോക്കി നടത്തുന്നതും എല്ലാം ഭഗവാൻ തന്നെയാണ്. കിങ് മേക്കർ ആയിട്ടുള്ള ഭഗവാൻ തന്നെയാണ് എല്ലാം നടത്തുന്നത്. കാരാഗൃഹത്തിൽ കിടന്ന ഉഗ്രസേന രാജാവിനെ കംസനെ വധിച്ച ശേഷം മോചിപ്പിച്ച് സിംഹാസനത്തിൽ ഇരുത്തിയതും ഭഗവാൻ തന്നെ. അപ്പോൾ എല്ലാ ക്രെഡിറ്റും ഉഗ്രസേന രാജാവിന്. പക്ഷേ പ്രവൃത്തി മുഴുവൻ എടുക്കുന്നത് ഒരു ഭൃത്യൻ എന്നുള്ള നിലയ്ക്കും ഭഗവാൻ തന്നെ. അപ്പോൾ ആ രാജാവ് ചെയ്യേണ്ടതായിട്ടുള്ള പ്രച്ഛന്ന വേഷത്തിൽ പ്രജകളുടെ ഇടയിൽ അവരുടെ ക്ഷേമം അന്വേഷിച്ച് സഞ്ചരിക്കുന്നത് ഭഗവാൻ ചെയ്യുന്നു. ഇത് നാരദൻ കണ്ടു. നാരദന് പിന്നെ ഇതെല്ലാം കാണാൻ പറ്റും. അപ്പോൾ അവ്യക്തലിംഗനായി തൻ്റെ അടയാളം പ്രകടിപ്പിക്കാതെ, തൻ്റെ ലിംഗങ്ങൾ അഥവാ ചിഹ്നങ്ങൾ പ്രകടിപ്പിക്കാതെ താൻ കൃഷ്ണനാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ ക്വചിത് ചില സ്ഥലങ്ങളിൽ തത്തദ്ഭാവ ബുബുത്സയാ ചരന്തം യോഗേശം. തത്തദ്ഭാവ ബുബുത്സ, അതാത് ഭാവങ്ങളെ ബുബുത്സ എന്ന് പറഞ്ഞാൽ മുമ്പും പറഞ്ഞു ബോക്തും ഇച്ഛ, ബോദ്ധും ഇച്ഛ, അറിയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ ഓരോ പ്രജകളുടെയും ഭാവങ്ങളെ, അവരുടെ ആറ്റിറ്റ്യൂഡിനെ അറിയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം ചരിക്കുകയാണ് തൻ്റെ ആ ദ്വാരകാ ദേശത്ത് മുഴുവൻ. അങ്ങനെയുള്ള യോഗേശനായിരിക്കുന്ന, യോഗേശൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ വേഷം മാറാനും മറ്റ് പല കഴിവുകളും ഉള്ളതായിട്ടുള്ള ആ ഭഗവാനെ, എല്ലാവർക്കും അവരവരുടെ കർമ്മഫലങ്ങളെ കൊടുക്കുന്നവനായ യോഗേശനായ ഭഗവാനെ നാരദ മഹർഷി കണ്ടു എന്നാണ്. അപ്പം ഇങ്ങനെ ഏകദേശം ഒരുവിധം നാരദ മഹർഷി എല്ലാം ഓടിച്ചു കണ്ടു. ഇനി നാരദ മഹർഷി അത്ഭുതപ്പെട്ട്
ഭഗവാനോട് ചില കാര്യങ്ങൾ പറയുന്നതാണ് തുടരുന്നത്. അതോ വാച ഋഷീകേശം നാരദഃ പ്രഹസന്നിവ യോഗമായോദയം വീക്ഷ്യ മാനുഷീം ഇയുഷോ ഗതിം. അതോ വാച ഋഷീകേശം നാരദഃ പ്രഹസന്നിവ യോഗമായോദയം വീക്ഷ്യ മാനുഷീം ഇയുഷോ ഗതിം. അഥ അനന്തരം മാനുഷീം ഗതിം യുഷഃ, മനുഷ്യ ശരീരത്തെ സ്വീകരിച്ചവൻ, ഗമിച്ചവൻ, മനുഷ്യ അവതാരം ധരിച്ചവനായിട്ടുള്ള ആ ഭഗവാന്റെ യോഗമായോദയം വീക്ഷ്യ, യോഗമായയുടെ ഉദയം, ഉദയം എന്ന് പറഞ്ഞാൽ ആ ഒരു വലിപ്പം, വൃദ്ധി, മഹത്വം എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഭഗവാന്റെ ആ യോഗമായ പ്രഭാവത്തെ, അതിൻ്റെ വൃദ്ധിയെ എല്ലാം കണ്ടിട്ട് വീക്ഷ്യ പ്രഹസന്നിവ, ചിരിച്ചുകൊണ്ട് ഋഷികേശം നാരദഃ ഉവാച, ആ ഋഷികേശനോട് നാരദൻ പറഞ്ഞു. അപ്പോൾ ഭഗവാന്റെ ഇങ്ങനെയുള്ള യോഗമായ കൊണ്ടുള്ള ലീലകളെയെല്ലാം മനസ്സിലാക്കിയ നാരദന് ഭഗവാന്റെ ആ മാഹാത്മ്യം വേണ്ട പോലെ ഉൾക്കൊള്ളാനായി. അപ്പോൾ അദ്ദേഹം ഭഗവാനെ സമീപിച്ചുകൊണ്ട് ഒന്ന് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. വിദാമ യോഗമായാസ്തേ ദുർദർശ അപിമായിനാം യോഗേശ്വരാത്മൻ നിർബാധ ഭവൽപാദനിഷേവയാ. വിദാമ യോഗമായാസ്തേ ദുർദർശ അപിമായിനാം യോഗേശ്വരാത്മൻ നിർബാധ ഭവൽപാദനിഷേവയാ. അപ്പോ ഹേ മായിനാം ദുർദർശാഹ അപി, ഹേ യോഗേശ്വര, ഹേ ആത്മൻ, നിർബാധാഹ തേ യോഗമായാഹ ത്വൽപാദനിഷേവയാ വിദാമ. അല്ലയോ യോഗേശ്വര, മായാനാഥനായിരിക്കുന്നവനെ, ആത്മൻ, ആത്മസ്വരൂപത്തിൽ രമിക്കുന്നവനെ, ഈ മായയുടെ വേഷമൊക്കെ കെട്ടുമ്പോഴും ഭഗവാനെ സംബന്ധിച്ച് ആത്മവിസ്മൃതി ഒരിക്കലും ഇല്ല. അതുകൊണ്ട് തന്നെ യോഗേശ്വരനായിരിക്കുമ്പോഴും ആത്മസ്വരൂപനായിരിക്കുന്നവനെ എന്ന് വിളിച്ചിട്ട് മായിനാം ദുർദർശാഹ അപി, വലിയ വലിയ മായാവികളായ ബ്രഹ്മാദി ദേവന്മാർക്ക് പോലും ദർശിക്കാൻ പ്രയാസമാണ് ഭഗവാന്റെ മായാവൈഭവം. അതാണ് നിർബാധാഹ തേ യോഗമായാഹ. നിർബാധ, നന്നായി പ്രകാശിക്കുന്നത്, നിതരാം ബാധി, നന്നായി പ്രകാശിക്കുന്നതായിട്ടുള്ള അങ്ങയുടെ യോഗമായ വൈഭവത്തെ ത്വൽപാദനിഷേവയാ വിദാമ, അങ്ങയുടെ പാദസേവ കൊണ്ട് ഞങ്ങൾ അല്പം പേർ, ചിലരൊക്കെ അറിയുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് അങ്ങയുടെ പാദസേവ കൊണ്ട് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഭഗവാന്റെ മായയുടെ വൈഭവം അറിയാൻ ഭഗവാന്റെ പാദസേവ തന്നെയാണ് ഉത്തമമായിട്ടുള്ള മാർഗം. ഭക്തി തന്നെയാണ് മായയെ തരണം ചെയ്യാനുള്ള മാർഗം എന്ന് ഭഗവാൻ തന്നെ ഉപദേശിച്ചിട്ടുണ്ട് അല്ലേ. മാമേവയേ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ. ആരാണോ എൻ്റെ ദിവ്യമായ അല്ലേ ദുരത്യയായ മായയെ തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അവര് എന്നെ തന്നെ ശരണം പ്രാപിക്കുക. ആരാണോ എന്നെ തന്നെ ശരണം പ്രാപിക്കുന്നത് അവർ ഈ മായയെ തരണം ചെയ്യും എന്ന് പറഞ്ഞതുപോലെ നാരദൻ പറയുന്നു, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട്, അങ്ങയുടെ പാദസേവ കൊണ്ട്. ഈ നാരദ മഹർഷി തന്നെ നാരദ ഭക്തിസൂത്രത്തിലും ഈ ആശയം പറയുന്നുണ്ട്. കസ്തരതി കസ്തരതി മായാ എന്ന് സ്വയം ചോദിക്കാം. ആര് തരണം ചെയ്യുന്നു, ആര് തരണം ചെയ്യുന്നു മായയെ? അപ്പൊ അതിന് മറുപടിയായിട്ട് നാരദ മഹർഷി തന്നെ പറയുന്നുണ്ട്, യഹ മഹാത്മാനം സേവതേ. ആരാണോ മഹാപുരുഷന്മാരെ, മഹാത്മാക്കളെ എല്ലാം സേവിക്കുന്നത്, ആരാണോ ഭഗവാന്റെ പാദസേവ ചെയ്യുന്നത്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയുള്ളവര് മായയെ തരണം ചെയ്യുന്നു എന്ന്. അപ്പോൾ അങ്ങയുടെ പാദനിഷേവ കൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മായാപ്രഭാവത്തെ അല്പമെങ്കിലും അറിയുന്നു. വാസ്തവത്തിൽ അങ്ങയുടെ മായാപ്രഭാവം അറിയാൻ ബ്രഹ്മാദി ദേവകൾക്ക് പോലും പ്രയാസമാണ്.
അതുകൊണ്ട് അങ്ങയുടെ പാദസേവ കൊണ്ട് ഞങ്ങൾ മായാമോഹത്തിൽ നിന്ന് ഉണർന്നിരിക്കുന്നു. താൽപര്യം. അനുജാനീഹി മാം ദേവ ലോകാംസ്തേ യശസാപ്ലുതാൻ പര്യടാമി തവോദ്ഗായൻ ലീലാം ഭുവനപാവനീം. അനുജാനീഹി മാം ദേവ ലോകാംസ്തേ യശസാപ്ലുതാൻ പര്യടാമി തവോദ്ഗായൻ ലീലാം ഭുവനപാവനീം. ഹേ ദേവ, അല്ലയോ മനുഷ്യ ശരീരമെടുത്ത് ക്രീഡിക്കുന്നവനെ, ദിവ എന്നുള്ള ധാതു ക്രീഡായാമെന്നും അർത്ഥം. അപ്പം അങ്ങിപ്പോൾ മനുഷ്യനാട്യം നടിക്കുകയാണ്. അങ്ങനെയുള്ള അങ്ങ് മാം അനുജാനീഹി, എനിക്ക് അനുജ്ഞ നൽകിയാലും യാത്രാനുമതി നൽകിയാലും തേ യശസ ആപ്ലുതാൻ ലോകാൻ ഭുവനപാവിനി പാവനീം തവ ലീലാം ഉദ്ഗായൻ പര്യടാമി. എനിക്കെന്തിനാണ് അനുജ്ഞ നൽകേണ്ടത്? യാത്ര പോകാനായി അനുജ്ഞ. അങ്ങയുടെ യശസ ആപ്ലുതാൻ ലോക, ഇപ്പോൾ അങ്ങയുടെ യശസ് കൊണ്ട് ലോകം മുങ്ങിയിരിക്കുകയാണ്. എവിടെ പോയാലും ഭഗവാന്റെ യശസ് കേൾക്കാം, ഭഗവാന്റെ മഹാത്മ്യം കേൾക്കാം. അങ്ങനെ അങ്ങയുടെ യശസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ലോകങ്ങളിൽ ഭുവനപാവനീം തവ ലീലാം ഉദ്ഗായ, ഭുവനങ്ങളെയെല്ലാം ഒന്നുകൂടെ പവിത്രമാക്കുന്ന ശുദ്ധീകരിക്കുന്ന അങ്ങയുടെ ലീലകളെ ഉദ്ഗായ, നല്ല ഉച്ചത്തിൽ പാടിക്കൊണ്ട്. അപ്പം ഞാനിവിടെ കണ്ടതായിട്ടുള്ള അങ്ങയുടെ ഗൃഹസ്ഥാശ്രമ ലീലകളെക്കുറിച്ച് ഒന്ന് പാടിക്കൊണ്ട് സഞ്ചരിച്ചോട്ടെ എന്നുള്ള അനുമതി ചോദിക്കലാണ്. അങ്ങയുടെ പ്രൈവറ്റ് ലൈഫിനെ കുറിച്ച്, അങ്ങയുടെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തെക്കുറിച്ച് ഞാനൊന്ന് പബ്ലിക് ആക്കിക്കോട്ടെ, എല്ലാവരോടും ഒന്ന് വിളിച്ചു പറഞ്ഞോട്ടെ. തവ ലീലാമുദ്ഗായൻ പര്യടാമി, എനിക്ക് പര്യടനം ചെയ്യാം, സഞ്ചരിക്കാം. എല്ലായിടത്തും പോകാനുള്ള സ്വാതന്ത്ര്യം എനിക്കുള്ളത് കൊണ്ട് എല്ലാ ലോകങ്ങളിലും ചെന്ന് അങ്ങയുടെ ഈ ലീലയെക്കുറിച്ച്, ഈ മനുഷ്യനാട്യത്തിൽ മനുഷ്യരൂപമെടുത്തു വന്നിരിക്കുന്ന അങ്ങയുടെ അത്ഭുതമായിട്ടുള്ള ഗൃഹസ്ഥാശ്രമ ജീവിതത്തെക്കുറിച്ച് ഞാനൊന്ന് പാടി നടന്നോട്ടെ എന്നാ ചോദിക്കുന്നു. അപ്പോൾ അതിന് ഭഗവാൻ മറുപടി കൊടുക്കുന്നു. ശ്രീ ഭഗവാനുവാച ബ്രഹ്മൻ ധർമ്മസ്യ വക്താഹം കർത്താ തദനുമോദിത തച്ഛിക്ഷയൻ ലോകമിമം ആസ്തിതഃ പുത്ര മാഗിതഃ. ശ്രീ ഭഗവാനുവാച ബ്രഹ്മൻ ധർമ്മസ്യ വക്താഹം കർത്താ തദനുമോദിത തച്ഛിക്ഷയൻ ലോകമിമം ആസ്തിതഃ പുത്ര മാഗിതഃ. ഭഗവാൻ വാച, ഭഗവാൻ പറയുന്നു, ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മജ്ഞാനിയായുള്ളവനെ, നാരദനെ സംബോധന ചെയ്യണ്. ധർമ്മസ്യ വക്താ അഹം, ഞാനേ എല്ലാവർക്കും ധർമ്മത്തെ ഉപദേശിക്കുന്ന വക്താവാണ്. അതുപോലെ കർത്താ, ഞാൻ അത് ചെയ്യുന്നവനുമാണ്. ധർമ്മത്തെ പരിരക്ഷിക്കുന്നവനാണ്. എൻ്റെ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നു, ലോകത്തിൽ ധർമ്മത്തെ പരിപാലിക്കുകയും ചെയ്യുന്നു കർത്താ. അനുമോദിത അഹം, ആ ധർമ്മ ആചരിക്കുന്നവരെയൊക്കെ അനുമോദിക്കുന്നവനും പ്രോത്സാഹിപ്പിക്കുന്നവനുമാകുന്നു ഞാൻ. അങ്ങനെ ഇതം ലോകം ശിക്ഷയന് തദാസ്തിതഃ, ഈ ലോകത്തെ എന്താ പറയുക, ശിക്ഷയെന്ന് പറഞ്ഞാൽ അഭ്യസിപ്പിച്ചുകൊണ്ട്, ഈ ലോകത്തിന് ഞാൻ മാതൃക കാണിച്ചുകൊണ്ട്, എല്ലാവർക്കും ദൃഷ്ടാന്തമായി മാതൃകയായിക്കൊണ്ട് നർത്തം. ശിക്ഷയൻ എന്നുള്ളത് കൊണ്ട് ലോകസംഗ്രഹമേവാഭി സമ്പശ്യൻ കർത്തുമർഹസി എന്ന് അർജുനനോട് ഭഗവാൻ പറയുന്നുണ്ട്. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തം അവാപ്തവ്യം വർത്തയേവ ച കർമ്മണി. 3 ലോകങ്ങളിലും എനിക്ക് നേടാനായിട്ടൊന്നുമില്ല, ഞാൻ നേടാത്തതായിട്ടും ഒന്നുമില്ല. പക്ഷെ എന്നിട്ടും ഞാൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട്? ഞാൻ പ്രവർത്തിക്കാതിരുന്നാൽ ഈ ലോകമേ നിശ്ചലമായി പോകും, നശിച്ചു പോകും. യദി ഹ്യഹം ന വർത്തേയം ജാതുകർമ്മണ്യതന്ത്രിതഃ മമ പത്മാനുവർത്തന്തേ മനുഷ്യാഃ പാർത്ഥ സർവശഃ ഉത്സീദേയുരിമേ ലോകാഃ ന കുര്യാം കർമ്മ ചേദഹം
സങ്കരസ്യ ച കർത്താസ്യാം ഉപഹന്യാമിമാ പ്രജാഹ. ഞാൻ പ്രവർത്തിക്കാതിരുന്നാൽ ഈ ലോകം മുഴുവൻ കൺഫ്യൂസ്ഡായിട്ട്, സങ്കരസ്യ കർത്ത എന്ന് പറഞ്ഞാൽ ഞാൻ ലോകത്തെ കൺഫ്യൂസ് ചെയ്യുന്നവനായിരിക്കും. അവരൊക്കെ സങ്കരധർമ്മമുള്ളവരായിത്തീരും. എന്തു ചെയ്യണമെന്നറിയാതെ വിഹിതവും അവിഹിതവുമായ കാര്യങ്ങൾ ചെയ്യുന്നവർ, അതാണ് സങ്കര സ്വഭാവം. അല്ലാതെ ഏതെങ്കിലും ജാതികൾ തമ്മിൽ കൂട്ടിക്കലരുന്നതല്ല സങ്കരം. മനുഷ്യജാതി ഒന്നേ ഉള്ളൂ, അതിനെ കൂട്ടിക്കലർത്താനൊന്നുമില്ല. അതിൽ ഓരോരുത്തർക്ക് വിഹിതമായത് ചെയ്യാതിരിക്കുകയും അവിഹിതമായത് ചെയ്യുകയും ചെയ്യുക. അതെന്തുകൊണ്ട്? അവർക്ക് നിശ്ചയമില്ലാത്തത് കൊണ്ട്, കൺഫ്യൂസ്ഡ് ആയതുകൊണ്ട്. ആ കൺഫ്യൂഷൻ തന്നെയാണ് സങ്കരം. ഇപ്പൊ സങ്കരസ്യ ച കർത്താസ്യാം, ഞാനാവും അതിന് കാരണക്കാരൻ. ഉപഹന്യാം ഇമാ പ്രജാഹ, ഈ പ്രജകളെയൊക്കെ നശിപ്പിക്കുന്നവനായിത്തീരും. അതുകൊണ്ട് യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവ ഇതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ശ്രേഷ്ഠ പുരുഷന്മാരെന്ത് ചെയ്യുന്നുവോ അതാണ് മറ്റുള്ളവർ അനുകരിക്കുന്നത്. അവന്റെ പ്രമാണമാണ് മറ്റുള്ളവർക്കും പ്രമാണം. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഞാൻ ധർമ്മത്തിന്റെ വക്താവ് മാത്രമല്ല, കർത്താവാണ്, അനുമോദനം ചെയ്യുന്നവനാണ്, അതിനെ ലോകത്തിന് പഠിപ്പിക്കുന്നവനാണ്. ഇപ്പൊ ഗൃഹസ്ഥാശ്രമത്തിലൂടെ തച്ഛിക്ഷയൻ ലോകമിമം, ഇതം ലോകം ശിക്ഷയൻ, ഇതിനെ പഠിപ്പിച്ചുകൊണ്ട് അഭ്യസിപ്പിക്കുന്നവനായിട്ട് തദാസ്ഥിത, ധർമ്മം ആസ്ഥിത എന്നർത്ഥം. ആ ധർമ്മത്തിൽ ഉറച്ചിരിക്കുന്നു. ഹേ പുത്ര മാഗിത. നാരദനെ ഇപ്പൊ ഭഗവാൻ വിളിക്കുന്നത് എന്താ? പുത്ര എന്ന്. പുത്രനല്ല, പൗത്രനാണ്. അതുകൊണ്ട് പുത്ര എന്ന് വിളിക്കുന്നതിൽ യാതൊരു ദോഷവും ഇല്ല. അല്ലേ? ബ്രഹ്മാവ് ഭഗവാന്റെ പുത്രനാണ്, ആ ബ്രഹ്മാവിന്റെ പുത്രനാണ് നാരദൻ. അതുകൊണ്ട് പൗത്രൻ തന്നെയാണ്. എങ്കിലും ഇവിടെ പുത്ര എന്ന് സംബോധന ചെയ്തുകൊണ്ട് മാ ഗീത, നീ ഇത് കണ്ട് ഭ്രമിക്കുകയൊന്നും വേണ്ടാട്ടോ, മോഹിക്കുകയൊന്നും വേണ്ടാട്ടോ, ഒന്നും പേടിക്കണ്ടാട്ടോ എന്ന് ആശ്വസിപ്പിച്ച് ധൈര്യം കൊടുത്ത് പൊക്കോളൂ, പോയി പറഞ്ഞോളൂ എന്ന് അനുവാദവും കൊടുത്തു. എൻ്റെ ജീവിതത്തെക്കുറിച്ച് എല്ലാവരോടും ഉച്ചത്തിൽ പറഞ്ഞോളൂ, എനിക്കൊരു കുഴപ്പമില്ല. കാരണം ഞാൻ ലോകത്തിന് മാതൃക കാണിക്കുന്ന ധർമ്മമാണ് ചെയ്യുന്നത്. ഇങ്ങനെ പറഞ്ഞു. ശ്രീശുക ഉവാച ഇത്യാചരന്തം സദ്ധർമാൻ പാവനാൻ ഗൃഹമേദിനാം തമേവ സർവഗേഹേഷു സന്തമേകം ദദർശഃ. ശ്രീശുക ഉവാച ഇത്യാചരന്തം സദ്ധർമാൻ പാവനാൻ ഗൃഹമേദിനാം തമേവ സർവഗേഹേഷു സന്തം ഏകം ദദർശഃ. അങ്ങനെ ഗൃഹമേദിനാം പാവനാൻ സദ്ധർമാൻ ഇതി ആചരന്തം, ഗൃഹസ്ഥാശ്രമികളുടെ പവിത്രങ്ങളായ സദ്ധർമ്മങ്ങളെ ഇപ്രകാരം ആചരിക്കുന്നവനായ തം ഏകം ഏവ സർവഗേഹേഷു സന്തം ദദർശ. തം ഏകം ഏവ, വാസ്തവത്തിൽ ഭഗവാൻ ഒരാളാണ്, ഏകനെ തന്നെ. ആ കൃഷ്ണൻ ഏകനെ തന്നെ സർവഗേഹേഷു സന്തം, എല്ലാ ഗൃഹങ്ങളിലും ഉള്ളവനായിട്ട്, സന്തം എന്നാൽ ഭവിച്ചവനായിട്ട്, എല്ലാ ഗൃഹങ്ങളിലും അവൻ തന്നെ, ഏകൻ തന്നെ എല്ലാ ഗൃഹങ്ങളിലും ഉള്ളവനായിട്ട് ദദർശ, കണ്ടൂത്രേ. ആശ്ചര്യം. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ മാത്രമേ അല്ലേ എല്ലാ ഗൃഹങ്ങളിലും ഒരേ സമയം കാണാൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ള ആ ആശ്ചര്യമായ അത്ഭുതമായ അവതാര ലീലയെ ചെയ്യുന്ന ഭഗവാന്റെ ആ ഗൃഹസ്ഥാശ്രമ ലീലകളെ നാരദ മഹർഷി ഓരോ ഗൃഹത്തിലും നടന്നു കണ്ടു എന്ന് താല്പര്യം. ആശ്ചര്യപ്പെട്ടു. കൃഷ്ണസ്യാനന്ദവീര്യസ്യ യോഗമായാ മഹോദയം മുഹുർദൃഷ്ട്വാ ഋഷിരഭൂത വിസ്മിതോ ജാത കൗതുകഃ. കൃഷ്ണസ്യാനന്ദവീര്യസ്യ യോഗമായാ മഹോദയം മുഹുർദൃഷ്ട്വാ ഋഷിരഭൂത വിസ്മിതോ ജാത കൗതുകഃ. ആ അനന്തവീര്യസ്യ കൃഷ്ണസ്യ യോഗമായാ മഹോദയം മുഹുഹു ദൃഷ്ട്വാ. ഭഗവാൻ ആരാണ്? കൃഷ്ണൻ അനന്തവീര്യൻ. അനന്തവീര്യൻ എന്ന് പറഞ്ഞാല് ഭഗവാന്റെ പൊട്ടൻസിക്ക്
ഒരു കുറവും ഒരിക്കലും ഇല്ല, അന്തമില്ല, അനന്തമായിട്ടുള്ള ശക്തിയോട് കൂടിയവൻ, എന്തും ചെയ്യാൻ സാമർഥ്യമുള്ളവൻ. അങ്ങനെയുള്ള അനന്തവീര്യസ്യ കൃഷ്ണസ്യ അപാരമായ പരാക്രമത്തോടുകൂടി അല്ലെങ്കിൽ ശക്തിയോടുകൂടിയവനായ ഭഗവാന്റെ യോഗമായ മഹോദയം മുഹുഹു ദൃഷ്ട, ഭഗവാന്റെ ആ യോഗമായയുടെ മഹോദയം, ആ പ്രഭാവം, അഭിവൃദ്ധി, അതിൻ്റെ ഒരു മഹാത്മ്യം, എത്ര ഗംഭീരമായിട്ടുള്ള നാടകമാണ് ഭഗവാൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഒരു ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഒരു നാടക രംഗം, ചെറിയ സ്റ്റേജൊന്നുമല്ല ഭഗവാന്റെ നാടകരംഗം, ചെറിയ ഒന്നോ രണ്ടോ കഥാപാത്രങ്ങളല്ല ഭഗവാന്റെ നാടകത്തിൽ. ഈ കൃഷ്ണാവതാരം വന്നിട്ടുള്ള ഈ നാടകത്തിൽ ഒരുപാട് ഭഗവാന്റെ ഭാര്യമാർ തന്നെ 16,008, അവരുടെയൊക്കെ മക്കള്, 10 ആൺമക്കള്, ഓരോ പെൺമക്കള്, ഇവരുടെയൊക്കെ ബന്ധുക്കള്, ഇങ്ങനെ എത്ര പേര്. അപ്പോൾ ഒരു വലിയ സെറ്റാണ് നാടകത്തിന്റെ സെറ്റ്. അങ്ങനെയുള്ള യോഗമായ മഹോദയം, അതിനെ വീണ്ടും വീണ്ടും കണ്ടിട്ട് ഇപ്പൊ ഭഗവാന്റെ ഈ അത്ഭുതകരമായ നാടകത്തെ കണ്ട് ജാത കൗതുക ഋഷി, ആ കൗതുകം, വളരെ ഉത്സാഹം വർദ്ധിച്ചവനായ ആ ഋഷി വിസ്മിത അഭൂത്, ആശ്ചര്യവാനായി ഭവിച്ചു, വളരെയധികം അത്ഭുതപ്പെട്ടു എന്നർത്ഥം. ഇത് വേറൊരാൾക്കും സാധിക്കുകയില്ല, ഇത് അപൂർവമാണ്, മറ്റൊരിടത്ത് ദർശിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അത്ഭുതം. എല്ലായിടത്തും കാണുന്ന സാധാരണമായ കാര്യം കണ്ടാൽ ആർക്കും അത്ഭുതം തോന്നാറില്ല. എവിടെയും കാണാത്ത, ആദ്യമായി കാണുന്ന ആ കാര്യങ്ങൾ കാണുമ്പോഴാണ് ഒരാൾക്ക് അത്ഭുതമുണ്ടാവുക. മറ്റൊരു താരതമ്യം അതിന് ഉണ്ടാവരുത്. താരതമ്യമുള്ളതൊന്നും അത്ഭുതമുളവാക്കുന്നതല്ല. അപ്പൊ അങ്ങനെയുള്ള അനുപമമായിരിക്കുന്ന ഭഗവാന്റെ ആ ഒരു മഹാത്മ്യം നാരദ മഹർഷി കണ്ടു എന്നർത്ഥം. ഇത്യർത്ഥകാമധർമ്മേഷു കൃഷ്ണേന ശ്രദ്ധിതാത്മന സമ്യക് സഭാജിതഃ പ്രീതഃ തമേവാനുസ്മരൻ യയൗ. ഇത്യർത്ഥകാമധർമ്മേഷു കൃഷ്ണേന ശ്രദ്ധിതാത്മന സമ്യക് സഭാജിതഃ പ്രീതഃ തമേവാനുസ്മരൻ യയൗ. ഇതി അർത്ഥകാമധർമ്മേഷു ശ്രദ്ധിതാത്മനാ കൃഷ്ണേന സമ്യക് സഭാജിതഃ പ്രീതഃ തമേവ അനുസ്മരൻ യയൗ. നാരദൻ തമേവ അനുസ്മരൻ, ആ ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട്, നിരന്തരം സ്മരിച്ചുകൊണ്ട് യാനം ചെയ്തു. എങ്ങനെ സ്മരിക്കാതിരിക്കും അല്ലേ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ അല്പം അത്ഭുതം നമുക്കുണ്ടാക്കിയാൽ തന്നെ അത് നമുക്ക് ദിവസങ്ങളോളം മറക്കാൻ പറ്റില്ല. ഏതെങ്കിലും നല്ല അനുഭവങ്ങൾ, ആരെങ്കിലും നമ്മളോട് 2 വാക്ക് നല്ലോണം നന്നായിട്ട് നമ്മളെ പ്രശംസിച്ച് സംസാരിച്ചാൽ അന്നത്തെ ദിവസം നമ്മൾ എത്ര എലേറ്റഡ് ആയിരിക്കും. നിലത്തൊന്നുമല്ല നടക്കുക അല്ലേ? അന്ന് രാത്രി കിടക്കാൻ പോകുമ്പോഴും അതൊക്കെ ഓർത്തുകൊണ്ടായിരിക്കും കിടക്കുക. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴും അത് ഓർത്തുകൊണ്ടാണ് വരിക. ഇന്നലെ എന്തൊരു അനുഭവമായിരുന്നു, ഇന്നും അതുപോലെ ആവണേ. അപ്പോൾ സ്മരിക്കും, നല്ല അനുഭവങ്ങളൊക്കെ നമ്മൾ സ്മരിക്കും. ഇതുപോലെ ഇവിടെ നാരദൻ ഭഗവാന്റെ ഈ അത്ഭുതമായിട്ടുള്ള ഗാർഹസ്ഥ്യം അനുസ്മരിച്ചുകൊണ്ട് എന്നർത്ഥം. അതാണ് തമേവ അനുസ്മരൻ, ആ ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട്. അപ്പൊ ഭഗവാന്റെ കഥകൾ നമ്മൾ കേൾക്കുന്നത് എന്തിനാ? ഈ നാരദൻ കണ്ടതിനെക്കുറിച്ച് നമ്മളിപ്പോൾ കേട്ടത് എന്തിനാ? നമ്മുടെ ഉള്ളിലും നിരന്തര സ്മരണം, അനുസ്മരണം ഉണ്ടാവാൻ. അനു എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂവസ്, നിരന്തരം സ്മരിക്കാൻ സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഈ അത്ഭുതകർമ്മം. അപ്പോൾ നാരദൻ അനുസ്മരിച്ചതുപോലെ ശുകബ്രഹ്മർഷിയുടെ വാക്കുകളിൽ നിന്ന് ഈ ലീലകൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള നമ്മൾ ഭഗവാനെ തന്നെ അത്ഭുതത്തോടെ അനുസ്മരിക്കാം. ആ അത്ഭുത ഭാവം ഉണ്ടാവണം. അപ്പോഴാണ് അനുസ്മരണം കൂടുതൽ കാലം നിൽക്കുക. സാധാരണ ഭാവമാണെങ്കിൽ നമുക്ക് വേഗം മറന്നുപോകും.
എല്ലായിടത്തും കാണുന്ന കാര്യങ്ങൾ നമ്മൾ സ്മരിക്കാറില്ല. അപൂർവം, അത്ഭുതം, ആശ്ചര്യം എന്നൊക്കെ പറയുന്നതേ നമ്മൾ സ്മരിക്കാറുള്ളൂ. അപ്പോൾ എന്തായാലും ഭഗവാന്റെ ഈ ലീലകളെ നമുക്കും സ്മരിക്കാം. അപ്പോൾ ഇതി അർത്ഥ കാമ ധർമ്മേഷു ശ്രദ്ധിതാത്മനാ കൃഷ്ണേന. കൃഷ്ണൻ എങ്ങനെയുള്ളവനാണ്? ശ്രദ്ധിതാത്മ. ശ്രദ്ധിതാത്മ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയുള്ള മനസ്സോട് കൂടിയവൻ. ഏത് വിഷയങ്ങളിൽ? അർത്ഥ കാമ ധർമ്മേഷു. മോക്ഷകാര്യം പറയണ്ട. അപ്പൊ ഗൃഹസ്ഥാശ്രമം എന്നുള്ളത് ഈ പ്രവൃത്തി ധർമ്മമാണ്. ആ പ്രവൃത്തി ധർമ്മത്തിൽ പറഞ്ഞ അർത്ഥം, കാമം, ധർമ്മം, ഈ 3 പുരുഷാർത്ഥങ്ങൾ നേടുന്നതിലും ഭഗവാൻ ഗൃഹസ്ഥാശ്രമിയായ ഒരു റോൾ മോഡലാകുന്നു. അപ്പോൾ ത്രിവർഗങ്ങൾ, ധർമാർത്ഥ കാമങ്ങൾ, ആ 3 സമ്പാദിക്കുന്നതിൽ ഒരു ഗൃഹസ്ഥൻ എപ്പോഴും പരിശ്രമിക്കണം. ഒരു ഗൃഹസ്ഥൻ സന്യാസിയെ പോലെ ഇരിക്കേണ്ടവനല്ല. അവന് ത്രിവർഗങ്ങളിലും പ്രവൃത്തി ഉണ്ടാവണം. സന്യാസിയെ സംബന്ധിച്ച് അവൻ മോക്ഷധർമ്മത്തിലാണ് പ്രവർത്തിക്കേണ്ടത്. സന്യാസിക്ക് മറ്റ് ത്രിവർഗങ്ങളിലല്ല ശ്രദ്ധ വേണ്ടത്. ധർമാർത്ഥ കാമങ്ങൾ സന്യാസി വിഷയമല്ല. പിന്നെ ആരുടെ വിഷയമാണ്? ഗൃഹസ്ഥന്റെ വിഷയമാണ്. അപ്പൊ ഗൃഹസ്ഥന്മാരെപ്പോഴും മനസ്സിരുത്തേണ്ടത് ധർമാർത്ഥ കാമങ്ങളിൽ. അതിലൂടെ മോക്ഷം ലക്ഷ്യം തന്നെയാണ്. മോക്ഷം ലക്ഷ്യമാണെങ്കിലും ഇപ്പൊ മാർഗത്തിലാണ്. മാർഗം ധർമാർത്ഥ കാമങ്ങളാണ്. ഇത് ഒരു ഗൃഹസ്ഥനും മറക്കാൻ പാടില്ല. അല്ലാതെ ഗൃഹസ്ഥൻ മറ്റ് 3 കാര്യങ്ങളെ വെടിഞ്ഞ്, ധർമാർത്ഥ കാമങ്ങളെ വെടിഞ്ഞ് മോക്ഷധർമ്മത്തിൽ പ്രവർത്തിക്കുന്നത് ഒരു ശുഭകരമല്ല. അവനും ശുഭകരമല്ല, സമൂഹത്തിനും ഒട്ടും ശുഭകരമല്ല. ഈ കൺഫ്യൂഷനാണ് നമ്മുടെ ഇടയിൽ ധാരാളമായിട്ടുള്ളത്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയായിക. ഈ കൺഫ്യൂഷൻ നല്ലോണം മാറണം. ഗൃഹസ്ഥരായിരിക്കുമ്പോൾ ധർമാർത്ഥ കാമങ്ങളിൽ നല്ലോണം പ്രവൃത്തി വേണം. പിന്നീട് പതുക്കെ പ്രായമായി കഴിയുമ്പോൾ വാനപ്രസ്ഥാശ്രമത്തിലേക്ക് വരുമ്പോഴാണ് ഇതിൽ പ്രവൃത്തി കുറച്ച് കൊണ്ടുവരികയും മോക്ഷമാർഗത്തിലേക്കുള്ള പ്രവൃത്തി തീവ്രമാക്കുകയും ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ബ്രഹ്മചര്യത്തിൽ നിന്ന് നേരിട്ട് മോക്ഷമാർഗത്തിലേക്ക് പോയിരിക്കണം. ഇത് വിവാഹം കഴിക്കുകയും ചെയ്തു ഒരു ബ്രഹ്മചാരിയെ പോലെയോ സന്യാസിയെ പോലെയോ കഴിയുന്നത് ഉത്തമമല്ല. അങ്ങനെയുള്ളവർ വിവാഹം കഴിക്കരുത്. സന്യാസിയെ പോലെ കഴിയുന്ന ആറ്റിറ്റ്യൂഡാണെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് നേരെ നൈഷ്ഠിക ബ്രഹ്മചര്യം സ്വീകരിച്ച് സന്യാസിയാവാം. അപ്പോൾ ഇത് വകതിരിവ് വേണം. പ്രവൃത്തി നിവൃത്തി. അപ്പോൾ ഭഗവാൻ ഇവിടെ പ്രവൃത്തി ധർമ്മമാണ് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. ഗൃഹസ്ഥാശ്രമ ധർമ്മം, പ്രാജാപത്യം, ഗാർഹസ്ഥ്യം നല്ല മാതൃകയാണ് എന്നർത്ഥം. അതാണ് അർത്ഥകാമധർമ്മേഷു ശ്രദ്ധിതാത്മന. അർത്ഥം, കാമം, ധർമ്മം ഈ വിഷയങ്ങളിൽ ഗൃഹസ്ഥന്മാർ ശ്രദ്ധയുള്ളവരായിരിക്കണം എന്ന് ഭഗവാൻ മാതൃക കാണിച്ചുകൊണ്ട് സമ്യക് സഭാജിത പ്രീത. നാരദൻ സമ്യക്കായി, സഭാജിതൻ എന്ന് വെച്ചാൽ സൽകൃതൻ, പൂജയ്ക്ക് പാത്രീഭവിച്ചു, പ്രീതനായി. അതുകൊണ്ട് തന്നെ നാരദൻ സന്തുഷ്ടനായി. അങ്ങനെ സന്തുഷ്ടനായ നാരദൻ തമേവ അനുസ്മരൻ യയൗ, കൃഷ്ണമേവ അനുസ്മരൻ, ആ കൃഷ്ണനെ തന്നെ സ്മരിച്ചുകൊണ്ട് അവിടുന്ന് യാത്രയായി, അദ്ദേഹം പോയി. അപ്പം നമുക്കും ഈ ഓർമ്മകളെ തന്നിട്ടാണ് നാരദൻ പോകുന്നത്. ഭഗവാന്റെ അത്ഭുതമായിട്ടുള്ള ഈ ഗൃഹസ്ഥാശ്രമ ലീല കൊണ്ട് ഗൃഹസ്ഥാശ്രമികളായിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു മാതൃകയെ സ്മരിക്കാൻ തന്നിട്ട് നാരദൻ പോയി. ഏവം മനുഷ്യപദവീം അനുവർത്തമാനോ നാരായണോഖിലഭവായ ഗൃഹീതശക്തി രേമേംഗ ഷോഡശ സഹസ്രവരാംഗനാനാം സവ്രീഡ സൗഹൃദ നിരീക്ഷണ സജുഷ്ടഃ
ഏവം മനുഷ്യപദവീം അനുവർത്തമാനോ നാരായണോഖില ഭവായ ഗൃഹീതശക്തി രേമേംഗഷോഡശസഹസ്രവരാംഗനാനാം സവ്രീഡ സൗഹൃദ നിരീക്ഷണഃ സജുഷ്ടഃ. ഏവം ഇപ്രകാരം മനുഷ്യപദവീം അനുവർത്തമാനഃ നാരായണഃ, മനുഷ്യരീതിയെ, മനുഷ്യ ജീവിത സമ്പ്രദായത്തെ അനുവർത്തമാനഃ അനുസരിച്ച് വർത്തിക്കുന്നവനായ നാരായണൻ ഭഗവാൻ ശ്രീകൃഷ്ണനായി അവതരിച്ച ഭഗവാൻ അഖില ഭവായ ഗൃഹീതശക്തി. അഖില ഭവായ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഭവം, അഭിവൃദ്ധി. അപ്പൊ ലോകത്തിന്റെ മുഴുവൻ ക്ഷേമത്തിനായി അഭിവൃദ്ധിക്കായിക്കൊണ്ട് ഗൃഹീതശക്തി, അദ്ദേഹം തന്റെ മായാശക്തിയെ സ്വീകരിച്ചുകൊണ്ട് കൃഷ്ണനായി അവതരിച്ചതാണ്. പ്രകൃതിം സ്വാം അവഷ്ടഭ്യ സംഭവാമി ആത്മമായയാ, എന്റെ തന്നെ ആ പ്രകൃതിയെ സ്വീകരിച്ച് ഞാനിതാ മായ കൊണ്ട് കൃഷ്ണനായി അവതരിക്കുന്നു. അപ്പൊ ഇവിടെയും ഭഗവാൻ നാരായണൻ തന്റെ ശക്തിയെ ഗ്രഹിച്ചുകൊണ്ട് ഷോഡശ സഹസ്ര വരാംഗനാനാം സവ്രീഡ സൗഹൃദ നിരീക്ഷണഃ സജുഷ്ടഃ രേമേ. ഹേ അംഗ എന്നുള്ളത് പരീക്ഷത്തിനെ സംബോധന ചെയ്യുന്നതാണ്. രേമേ അംഗ, ഭഗവാൻ രമിച്ചു. എന്ത് ചെയ്തുകൊണ്ട്? ഷോഡശ സഹസ്രം 16,000 വരാംഗനാനാം, ശ്രേഷ്ഠകളായ സ്ത്രീകളുടെ ഭാര്യമാരുടെ സവ്രീഡ സൗഹൃദ നിരീക്ഷണഃ സജുഷ്ടഃ. സവ്രീഡ ലജ്ജയോടുകൂടിയ, സൗഹൃദ സ്നേഹഭാവത്തോടുകൂടിയ നിരീക്ഷണം, നോട്ടവും, ഹാസ എന്താ പറയുക, മന്ദഹാസവും അതുപോലെയുള്ള നർമാദികളും എല്ലാം കൊണ്ടും സേവിക്കപ്പെട്ടവനായിട്ട് ജുഷ്ട സേവിത എന്നർത്ഥം. അപ്പൊ സ്ത്രീകളാൽ 16,000 പേരാലും ലജ്ജയോടുകൂടിയ, സൗഹൃദഭാവത്തോടുകൂടിയ നിരീക്ഷണങ്ങളും ഹാസങ്ങളും കൊണ്ട് ഭഗവാൻ സേവിതനായി. അങ്ങനെ രമിച്ചു, അവരോടുകൂടെ ഭഗവാൻ രമിച്ചു. ഹേ പരീക്ഷിത് രാജാവേ എന്ന് ശ്രീ ശുകബ്രഹ്മർഷി ഭഗവാന്റെ ഗാർഹസ്ഥ്യത്തെ വർണ്ണിക്കുകയാണ്. യാനീഹ വിശ്വവിലയോദ്ഭവ വൃത്തിഹേതു കർമാണ്യനന്യ വിഷയാണി ഹരിശ്ചകാര യസ്ത്വംഗഗായതി ശൃണോതി അനുമോദദേവ ഭക്തിർഭവേത് ഭഗവതി ഹ്യപവർഗമാർഗേ. യാനീഹ വിശ്വവിലയോദ്ഭവ വൃത്തിഹേതു കർമാണ്യനന്യ വിഷയാണി ഹരിശ്ചകാര യസ്ത്വംഗഗായതി ശൃണോതി അനുമോദദേവ ഭക്തിർഭവേത് ഭഗവതി ഹ്യപവർഗമാർഗേ. ഭഗവാൻ ഹരി. ആരാണ് ഹരി? വിശ്വവിലയ ഉദ്ഭവ വൃത്തിഹേതു ഹരിഹി. ഹരിയെ വിശേഷിപ്പിച്ചതാണ് ഈ വിശ്വത്തിന്റെ മുഴുവൻ വിലയം എന്ന് വെച്ചാൽ നാശം, പ്രളയം, ഉത്ഭവം, അതിൻ്റെ ഉത്ഭവം, വൃത്തി എന്ന് പറഞ്ഞാലോ അതിൻ്റെ നിലനിൽപ്പ്. അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാര ഹേതു എന്ന് പറഞ്ഞാൽ കാരണഭൂതൻ. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടിസ്ഥിതി സംഹാര കാരണഭൂതനായ ഹരിഹി, ആ ഭഗവാൻ അനന്യ വിഷയാണി യാനി കർമാണി ചകാര. അനന്യ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ അന്യന്മാർക്ക് വിഷയമല്ലാത്തത് എന്നർത്ഥത്തിലാണ് ഇവിടെ. അന്യന്മാർക്ക് സാധിക്കാത്തത് എന്നർത്ഥം. അസാധാരണങ്ങൾ, അലൗകികങ്ങൾ, മറ്റുള്ളവർക്ക് പ്രയാസമേറിയത് അല്ലെങ്കിൽ സാധിക്കാത്തത്, അതാണ് അനന്യ വിഷയങ്ങളായ അന്യസാധാരണങ്ങളല്ലാത്ത യാനി കർമാണി ചകാര. ഏതേത് കർമ്മങ്ങളെ ചെയ്തുവോ, ഹേ അംഗ, അല്ലയോ പരീക്ഷിത്തെ, പൂജ്യനായ പരീക്ഷിത്തെ, യഹതു താനി ഗായതി ശൃണോതി അനുമോദദേവ. യഹതു ഏതൊരുവനാണോ അവയെ താനി അവയെ ഗായതി സ്വയം ഗാനം ചെയ്യുകയും ശൃണോതി കേൾക്കുകയും മറ്റുള്ളവർ ഗാനം ചെയ്യുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുകയും അനുമോദദേവ അതിനെ നന്നായി ആസ്വദിക്കുകയും പ്രശംസിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നത്,
അങ്ങനെയുള്ളവൻ തസ്യ അപവർഗമാർഗേ ഭഗവതി ഭക്തി ഭവേത്. അവന് അപവർഗമാർഗനായ ഭഗവാനിൽ, അപവർഗമാർഗം മോക്ഷമാർഗം, മോക്ഷസ്ഥാനം, അപ്പൊ മോക്ഷസ്ഥാനമായ ഭഗവാനിൽ ഭക്തി ഭവേത്, ഭക്തി വളർന്നു വരും, ഭക്തി ഭവിക്കും. അപ്പൊ ഭഗവാന്റെ ഈ അലൗകിക ലീലകൾ കേൾക്കുന്തോറും അവരുടെ ഉള്ളിലുള്ള ഭഗവാനോടുള്ള ആരാധന, ഭഗവാനോടുള്ള ബഹുമാനം, സ്നേഹം, ഇതെല്ലാം വർദ്ധിച്ച് വരും. എത്ര കേൾക്കുന്നുവോ അത്രയും ഉത്തമം. കേൾക്കാതിരിക്കുന്തോറും നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ഭക്തി ചോർന്ന് പോകും, അല്ലേ? വേവിക്കാതെ ഉണ്ടാക്കിയ കുടം പോലെ, മണ്ണ് നല്ലതുപോലെ വേവിക്കാത്ത കുടത്തിലൊഴിച്ച വെള്ളം പോലെ ചോർന്ന് പോകും വെറുതെ ഇരുന്നാൽ. അതുകൊണ്ട് എന്ത് ചെയ്യുക? എപ്പോഴും നിറച്ചുകൊണ്ടേയിരിക്കുക. ഈ മനസ്സാകുന്ന ആമകുംഭാമ്പുവിനെ, അല്ലെ, ആമകുംഭത്തെ, അതിൽ ഭക്തിയാകുന്ന അമ്പു നിറയാൻ ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ടേയിരിക്കുക. ഭഗവാന്റെ കഥകൾ കേൾക്കുന്തോറും ആ ഭക്തിക്ക് സ്ഥിരത വരും, ദൃഢത വരും, നിത്യത വരും. എപ്പോ കേൾക്കാതിരിക്കുന്നുവോ അപ്പപ്പോ അകന്നകന്നു പോകും. വേണ്ടാത്ത വിഷയങ്ങളൊക്കെ കയറി വരും, അല്ലേ? അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക? സദാസേവ്യ ശ്രീമദ് ഭാഗവതീ കഥ. എല്ലായ്പ്പോഴും സേവിക്കേണ്ടതാണ് ഭഗവാന്റെ കഥ. അധികം കേട്ടതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കുറയും തോറുമാണ് കുഴപ്പങ്ങൾ ആരംഭിക്കുക. അപ്പോൾ ഈയൊരു ഭഗവാന്റെ അത്ഭുതമായിട്ടുള്ള ഈ ഗൃഹസ്ഥാശ്രമ ജീവിത കഥ കൂടുതൽ നമ്മളെ ഭഗവാനോട് അടുപ്പിക്കട്ടെ. ഭഗവാന്റെ മാഹാത്മ്യം നമ്മുടെ ഉള്ളിൽ വളർത്തട്ടെ. ആ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ വളർന്ന് വരട്ടെ. ഭഗവാൻ നമ്മളെ കീഴ്പ്പെടുത്തട്ടെ. നമ്മളില്ലാതെയാവട്ടെ, അല്ലേ? നമ്മളില്ലാതാവട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അഹങ്കാരമില്ലാതെയാവട്ടെ. അപ്പോൾ യാനീഹ വിശ്വവിലയോദ്ഭവവൃത്തിഹേതു കർമാണ്യനന്യ വിഷയാണി ഹരിശ്ചകാര യസ്ത്വംഗഗായതി ശൃണോതി അനുമോദദേവ ഭക്തിർഭവേത് ഭഗവതി ഹ്യപവർഗമാർഗേ. ആ ഭഗവാനോടുള്ള ഭക്തി തന്നെയാണ് അത് മോക്ഷത്തിനുള്ള മാർഗം, അല്ലേ? മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ ബന്ധായ വിഷയാസക്തം രതം വാ പുംസി മുക്തയെ. വിഷയങ്ങളിലേക്ക് പോകുന്ന മനസ്സ് ബന്ധകാരണം, ദുഃഖകാരണം. പുമാനിൽ ഈശ്വരനിൽ രമിക്കുന്നതായിട്ടുള്ള മനസ്സ് മുക്തി കാരണം. അപ്പം അതുകൊണ്ട് പരമാവധി മനസ്സിനെ ഭഗവാനിൽ രമിപ്പിക്കാൻ അവസരങ്ങൾ ഉണ്ടാവട്ടെ, താല്പര്യമുണ്ടാവട്ടെ, ശ്രദ്ധ ഉണ്ടാവട്ടെ. ഇങ്ങനെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഹരിയോം ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ കൃഷ്ണഗാർഹസ്ഥ്യദർശനം നാമ ഏകോനസപ്തതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി അടുത്ത അധ്യായത്തില് ഭഗവാന്റെ രാവിലെ എഴുന്നേറ്റിട്ടുള്ള ഒരു ഡെയിലി റുട്ടീൻ ചുരുക്കി പറയുന്നുണ്ട്. ഇപ്പം റാൻഡമായിട്ട് കുറേ പറഞ്ഞു. ഓരോ ഗൃഹങ്ങളിലും ഭഗവാൻ ഓരോന്ന് ചെയ്യുന്നു എന്ന് നാരദ മഹർഷി ഓരോടത്തും പോയപ്പോൾ ഓരോന്ന് ചെയ്യുന്നത് കണ്ടു. ഇനി അതിനെ ഒരു സിസ്റ്റമാറ്റിക്കായ ഒരു ക്രമത്തിലാക്കിയിട്ട് അദ്ദേഹം രാവിലെ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്, എഴുന്നേറ്റ ഉടനെ എന്ത് ചെയ്യുന്നു, അടുത്തതെന്താണ് എന്ന ക്രമത്തിൽ കൃഷ്ണന്റെ ഒരു നിത്യ ജീവിതത്തിലെ ഒരേട് നമുക്ക് കാണിച്ചു തരികയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ആ രാജസഭയിലുള്ളതായിട്ടുള്ള പ്രവൃത്തികൾ, അവിടെ ഒരു ദൂതൻ വരുന്നതും പിന്നീട് നാരദ മഹർഷി വരുന്നതും ഒക്കെ ആയിട്ടുള്ള കഥകളാണ് ഈ 70-ാം അധ്യായത്തിൽ. ഇത് രാജസൂയ യാഗത്തിലേക്കുള്ള
ബീജാവാപം ഈ അധ്യായത്തിലാണ്. യുധിഷ്ഠിരന്റെ രാജസൂയയാഗം അത് ആരംഭിക്കാനുള്ള പുറപ്പാട്. അപ്പോൾ നമുക്കത് നാളെ രാവിലെ കാണാൻ നോക്കാം. ഇന്നിപ്പോൾ നിർത്തുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. വൈകുന്നേരം 5 മണിക്ക് വാൽമീകി രാമായണം കാണാം. നാളെ ഭാഗവത ജ്ഞാനഗംഗ തുടരാം. ഹരി ഓം.